രാജ്യം മുഴുവൻ ഏങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവിടെ ഇങ്ങേയറ്റത്ത് ആഹ്ലാദ തിമിർപ്പിൽ അറുമാദിക്കുകയാണ് ചെയ്തത്. അതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ CPM-കാരാണെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലാണ് അറുമാദിക്കൽ നടക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഭീകര ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 എന്താണ് എന്നും അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്നും അത് തൽക്കാലത്തേക്ക് മാത്രമുള്ളതായ കാര്യമാണ് എന്നുള്ളതും ഭരണഘടന വായിച്ചിട്ടുള്ളവർക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അത് തൽക്കാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ പോലും ഏതാണ്ട് ഒരു 67 വർഷം അത് മുമ്പോട്ട് കൊണ്ടുപോയി. ഈ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഖാക്കന്മാരും അതുപോലെ കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെ വലിയ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്ത് ചേർന്നുകൊണ്ട്. അതിനൊത്ത് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലും അവരുടെ അടുപ്പ് കൂട്ടി ചർച്ചയും ഇതുപോലെ MA ബേബിയെ പോലുള്ള പുങ്കവന്മാരുടെ ഈ ഇത്തരത്തിലുള്ള വർത്തമാനമാണ് ഈ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാശ്മീരിലെ ഈ ആർട്ടിക്കിൾ റദ്ദ് ചെയ്തതിന് ശേഷം 2019 എന്തെല്ലാം പുരോഗതിയാണ് അവിടെ ഉണ്ടായത്. ഇന്നത്തെ പത്രങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്ന എന്താണ്, അവിടെ ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പല കാര്യങ്ങളും നമ്മളെ വിദേശികളെ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന ബോട്ടുകളും ഒക്കെ ഇട്ടുകൊണ്ട് അതിലെ ബോട്ട് ഉടമകളൊക്കെ തന്നെ വലിയ പ്ലക്കാർഡ് ഉയർത്തുകയാണ്, ഭീകരവാദം വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പട്ടിണിക്കിടുകയാണ്. ആ സംസ്ഥാനം മുഴുവൻ പട്ടിണിക്കിട്ടിരിക്കുകയാണ്. 2019 മുതൽ ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് കാശ്മീരിൻ്റെ നില വളരെ ഉയർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ആ ഗ്രാഫ് മനസ്സിലാക്കാൻ ഈ MA ബേബിക്ക് കഴിഞ്ഞിട്ടില്ലേ? എന്നിട്ട് ഇവിടെ ഇങ്ങ് താഴെ അറ്റത്ത് വന്ന് നിന്നിട്ട് മുകളിലോട്ട് വിരൽ ചൂണ്ടി ഫാസിസം, മണ്ണാങ്കട്ട, ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി എന്താ ഭയപ്പെട്ടു പോകുമോ? ഇത് താൻ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് എന്നറിയിക്കുകയാണ്. മുങ്ങിത്താണുകൊണ്ട് ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അപ്പോൾ കശ്മീരിനെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് 2019 നരേന്ദ്രമോദി സർക്കാർ ഈ തീരുമാനമെടുത്തത്. അത് ഫലപ്രദമായ മികച്ച നേട്ടമാണ് എന്ന് ആ സംസ്ഥാനത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്. അവരതിൻ്റെ ഗുണഭോക്താക്കളുമാണ്. അവരുടെ ടൂറിസം വളരെ ഗണ്യമായ രീതിയിൽ തന്നെ ഉയർന്നു. അവരുടെ ജീവിത നിലവാരം തന്നെ മാറി. അവരുടെ ലൈഫ് സ്റ്റൈല് മാറുകയുണ്ടായി. അവരുടെ സമ്പദ് വ്യവസ്ഥ തന്നെ മാറുകയുണ്ടായി. ഇത് മനസ്സിലാക്കാനായിട്ട് ഈ പൊങ്ങന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കണം. നരേന്ദ്രമോദി സൗദിയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പഹൽഗാമിൽ ഈ ഭീകരാക്രമണം നടക്കുന്നത്. അദ്ദേഹം അവിടെ സൗദി രാജാവിൻ്റെ വിരുന്ന് സൽക്കാരം എല്ലാം തന്നെ റദ്ദ് ചെയ്ത് തിരികെ രാജ്യത്തേക്ക് വന്നു. നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ ചില സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാനായിട്ട്. അതും റദ്ദ് ചെയ്തിട്ടാണ് തിരികെ പോകുന്നത്. അമിത്ഷാ ഉടൻ തന്നെ കാശ്മീരിലേക്ക് തിരിച്ചു. ഈ അവസരത്തിൽ, ഇങ്ങനെയുള്ളൊരവസരത്തിലാണ് CPM ഇവിടെ അവരുടെ AKG സെന്ററിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലൊക്കെ, എല്ലാ പത്രങ്ങളിലും ഈ കാശ്മീരിലെ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ദേശാഭിമാനിയിൽ കാണുന്നത് എന്താണ്? AKG സെന്റർ 2ാമത് ഉദ്ഘാടനം ചെയ്തു. അതിൽ കുറെ സഖാക്കന്മാരുടെ ചിത്രങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഭീകരാക്രമണം കുറഞ്ഞില്ലാതായ ജമ്മു കാശ്മീരിലെ ടൂറിസം ശക്തിപ്പെട്ടു. അങ്ങനെയുള്ള ഇടത്ത് വീണ്ടും ഇത്തരത്തിലുള്ള ഭീകരാക്രമണമാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് ഈ സഖാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത്തരത്തിലുള്ള രാജ്യത്തിലെ ദുഃഖത്തിനോടൊപ്പം പങ്കുചേരാതെ CPM ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവരവരുടെ കെട്ടിടം, കാരണം അത് 10ാമത് ഉദ്ഘാടനം ചെയ്യണമല്ലോ. 10ാമത് എന്ന് പറയുന്നത് നല്ല ദിവസമാണ്. ആ 10ാമത് ഇനിയും അടുത്ത വർഷമേ കിട്ടത്തുള്ളൂ, 2026 കിട്ടുകയുള്ളൂ.
അതുവരെ CPM കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. നല്ല ദിവസവും നല്ല സമയവും ഒരു പ്രാവശ്യം മാത്രമേ വന്നു പോകുകയുള്ളൂ. അതുകൊണ്ട് ഈ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന ഒരു സൂചകമായിട്ട് ഈ AKG ഭവൻ ഇവിടെ വേണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം കരഞ്ഞു നിൽക്കുമ്പോഴും അവർ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഈ ലോക ടൂറിസം ഭൂപടത്തിൽ പിന്നെ കശ്മീരിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് വളരെ ഉയർന്നു എന്നുള്ളതാണ്. അതാണ് ഈ പാകിസ്ഥാന് വളരെയധികം അസഹിഷ്ണുത ഉണ്ടാക്കിയത്. അവരുടെ ഒരു സേനാ മേധാവി തന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കും പറയുകയുണ്ടായി, കശ്മീരിനെ ഞങ്ങൾ പിടിച്ചെടുക്കും, അത് പിടിച്ചെടുത്തിട്ട് മാത്രമേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അവർക്കപ്പോൾ ലക്ഷ്യം പലതാണ് എന്നുള്ളതാണ്. കാരണം ലോക സമ്പദ് വ്യവസ്ഥയിലെ ഇന്ത്യ 5ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ US-ഉം ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ഓരോ അനുദിനം മെച്ചപ്പെട്ടു വരികയാണ്. അതുപോലെ തന്നെ സൗദിയും ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധവും അനുദിനം മെച്ചപ്പെടുന്നു. സൗദിയുമായിട്ട് ഇന്ത്യ വലിയ ഒരു അടുപ്പവും ബന്ധവും സ്ഥാപിക്കുന്നത് പാകിസ്ഥാൻ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനിടെ 3ാം തവണയാണ് സൗദിയിലേക്ക് പോകുന്നത്. അങ്ങനെ വലിയ ബന്ധമാണ് അവിടെ സൗദിയുമായിട്ടുണ്ടായിരിക്കുന്നത്. ഇതും അവർക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ്, അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസത്തിലായിട്ട് ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വലിയ വ്യാപാര കരാർ ഒപ്പിടാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർശന സമയത്താണ് ഈ ഭീകരാക്രമണം കാശ്മീരിൽ നടക്കുന്നത്. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ മരണം കഴിഞ്ഞ അടുത്ത ദിവസവുമാണ്. അപ്പോൾ ഇന്ത്യയെ ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണ കേന്ദ്രമായിട്ടും ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടം സേഫ് അല്ല ടൂറിസ്റ്റുകൾക്ക് എന്ന് വരുത്തി തീർക്കുന്നതിനും വേണ്ടി തന്നെയാണ് കശ്മീരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ ഇടമല്ലത്, ടൂറിസ്റ്റുകൾ മാത്രം പോകുന്ന ഇടമാണ്. അവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നു, അവരെ തിരിച്ചാക്കുന്നു, ഇങ്ങനെ ഒക്കെയുള്ള ഇടം മാത്രമാണ്. അവിടേക്ക് തന്നെ പട്ടാള വേഷത്തിൽ ഇവർ കയറി വന്നതും, അതും മതം നോക്കി, ഐഡന്റിറ്റി നോക്കി ഇത്തരത്തിലുള്ള ഒരു ആൾക്കാരെ കൊന്നു വീഴ്ത്തുന്ന രംഗമാണ് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ തന്നെ. അത് എന്തായാലും ഈ പാകിസ്ഥാൻ്റെ ഈ മണ്ണിൽ നിന്ന് തന്നെ വേണ്ട പരിശീലനം നേടിയ തീവ്രവാദികൾ തന്നെയാണ്. ഇതിനകത്ത് പാകിസ്ഥാൻ പറയുന്നുണ്ട്, തെളിവ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ പിൻബലമല്ല, അവർ തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ള അൽ-ഖ്വയ്ദയും മറ്റും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുറപ്പായിട്ടുള്ള കാര്യമാണ്. അവിടെ സൈന്യവും ഭരണാധികാരികളും സംബന്ധിച്ചിടത്തോളം എന്നും തീവ്രവാദത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്. അങ്ങനെയാണ് ഇനിയും കാശ്മീരിനെ തകർക്കാം എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വന്നത്. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് വളരെ സ്വച്ഛശാന്തമായി ഒഴുകുകയും ലോകത്തിലെ തന്നെ മറ്റ് പ്രദേശങ്ങൾ പോലെ സുന്ദരമായ ഒരു പ്രദേശമായി കശ്മീർ മാറുകയും ചെയ്യുന്ന അവസരത്തിലാണ് പാകിസ്ഥാൻ്റെ ഈ നീക്കമുണ്ടായത്. അതിനിയും അവർ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്.